എല്ലാവർക്കും നമസ്കാരം. ഷീജാസ് ഡ്രീംലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റോസ്മേരി വാട്ടറാണ്. അതിലേക്കായി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം 2 സ്പൂൺ റോസ്മേരി എടുക്കുക. 2 സ്പൂണാണ് എടുക്കേണ്ടത്. അതിനുശേഷം 1 സ്പൂൺ ഉലുവ എടുക്കുക. ഞാനൊരു വലിയ ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. പിന്നെ അതിനുശേഷം നമ്മുടെ അലോവേരയുടെ ഒരു തണ്ട് അത് വലുത് നോക്കി ഒരെണ്ണം എടുക്കുക. അത് ആദ്യം ഇതുപോലെ ചെത്തി നീറ്റാക്കിയിട്ട്, അതായത് അതിൻ്റെ ജെല്ല് മാത്രം കിട്ടണം, ആ ഒരു രീതിയിൽ എടുക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ജെല്ല് എടുക്കുന്നത്. അതിൻ്റെ മേളിലത്തെ ഇപ്പം കണ്ടോ, ഇപ്പം എടുക്കാൻ പാകത്തിനായി. അപ്പം ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പൂൺ എടുത്ത് ഇളക്കിയെടുക്കുക. ഇത് ഫുള്ള് എടുത്തതിന് ശേഷം എല്ലാവരും കഴുകണമെന്നില്ല, ഇച്ചിരി സമയം മാറ്റി വെച്ചിട്ട് അത് ജെല്ല് മാത്രം എടുത്താലും മതി. പക്ഷെ ഞാൻ കുട്ടികൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ കഴുകിയെടുത്തു ഒരു പ്രാവശ്യം. പിന്നെ അതിനെ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം നല്ലപോലെ ആയിട്ടില്ല, അതായത് അരഞ്ഞിട്ടില്ല, എന്നാലും സാരമില്ല. പിന്നെ ഒരു 15 പീസ്, ഒരു 15ഓ 12ഓ പീസ് നമ്മുടെ ഗ്രാമ്പു എടുക്കുക. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ തിളയ്ക്കാനായിട്ട് ഗ്യാസിലേക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഗ്യാസിലേക്ക് വെക്കണം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നേരെ ഗ്യാസിലേക്ക് വയ്ക്കുക. അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇനി നോക്കാം. ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ദാ വെള്ളം കണ്ടോ, തിള വന്നു. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ്, 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത് തിളപ്പിക്കേണ്ടത്. ഞാനൊരു വലിയ ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അത് നമ്മൾ 15 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ കണ്ടോ ലോ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും അത് വെള്ളം വറ്റി നല്ല കുറയും കേട്ടോ, നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ട് കുറയും. ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട്. 15 to 20 മിനിറ്റ്സ് ആയി. അത് ഓഫ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതൊരു തണുത്തതിന് ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുക. ഇതിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു കട്ടൻ ചായയുടെ നിറമായിരിക്കും. കണ്ടോ, ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത് കട്ടൻ ചായയുടെ നിറമായി. ഇതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ. ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് രാവിലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിളപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴരിക്കേണ്ട ആവശ്യമില്ല. രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുന്ന ടൈമിൽ അരിച്ചെടുത്താൽ മതി. എന്നിട്ട് വകുപ്പ് നമ്മൾ ചകഞ്ഞ് മാറ്റിയിട്ട് ഓരോ വകുപ്പിലായിട്ട് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക, അതായത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ രാത്രിയാണ് നമ്മൾ തിളപ്പിച്ച് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളത് അടിച്ചിട്ടിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ അത് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തണുത്തതിന് ശേഷമാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തലമുടിയിലോട്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രം ഷീജാസ് ഡ്രീംലാൻഡ്. ബൈ.